ഞാനൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വണ്ടികളിൽ ചെറിയ പരിപാടികളുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു ബുള്ളറ്റിൻ്റെ ആക്സിലേറ്റർ കേബിളിൻ്റെ കാര്യം തീരുമാനത്തിലേക്ക് ടൈറ്റാണ്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യണം. പിന്നെ ക്ലച്ച് കേബിൾ വലിയ കുഴപ്പമില്ല, അതുകൂടെ നോക്കിയിട്ട് അത് മാറണം. പിന്നെ ഒരു ചെറിയൊരു ട്രിപ്പുണ്ട് പാലക്കാട് വരെ. അപ്പോഴത്തേക്ക് ഇതിലൊരു ഫോൺ ഹോൾഡർ സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു ആർമിയുടെ കാര്യം ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഈ ഒരു സാധനം പറ്റുമെങ്കിൽ സെറ്റ് ചെയ്യണം. നമ്മൾ പിന്നെ ഇതല്ല നോക്കിയത്, കുറച്ചുകൂടി ഒറിജിനലായിട്ടുള്ള സാധനം നോക്കിയത്. ബട്ട് തൽക്കാലത്തേക്ക് ഇതേ കിട്ടിയുള്ളൂ. പിന്നെ എൻ്റെ വണ്ടിയാണെങ്കിൽ ഞാൻ തന്നെ പണം തന്നെ. പിന്നെ എൻ്റെ സ്വന്തം വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ പണത് ആവശ്യമില്ലാത്ത റിസ്ക്കുകൾ എടുക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ നേരെ കടയിലോട്ട് പോകണം. പിന്നെ ചില പ്രത്യേക സാഹചര്യം എൻ്റെ മറ്റേ ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഹെൽമെറ്റ് വെച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഹെൽമെറ്റ് ക്യാമറ വയ്ക്കില്ല, ഇങ്ങനെ ഞാൻ കയ്യിൽ വെച്ചായിരിക്കും ലോങ് കാലങ്ങളൊക്കെ എടുക്കുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ആ ടൈപ്പ് ഹെൽമെറ്റ് നിങ്ങൾ വാങ്ങിക്കരുത്. ചിലവരൊക്കെ അടുത്തടുത്ത ഓട്ടങ്ങൾക്കൊക്കെ ഓടാൻ വേണ്ടി ഇങ്ങനത്തെ ഹെൽമെറ്റ് വാങ്ങിച്ച് വയ്ക്കും. ബട്ട് ഇത് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കംഫർട്ടും അവിടെ വെച്ചിട്ട് പോകേണ്ട ഈസിയൊക്കെ കൊണ്ട് മിക്കുള്ളപ്പോഴും ഇത് തന്നെ വെച്ചിട്ട് പോകും. ഞാൻ പക്ഷേ വെച്ചിട്ട് പോകണമെങ്കിൽ മര്യാദക്കുള്ള ഹെൽമെറ്റ് മാത്രമേ വെച്ചിട്ട് പോകും. വയ്ക്കാത്ത സമയത്താണെങ്കിൽ വയ്ക്കില്ല. പിന്നെ ഇപ്പോൾ ഇത് ഞാൻ അടുത്ത് വെച്ചിട്ട് പോകേണ്ട കാര്യം വെച്ചാൽ എൻ്റെ വണ്ടിയല്ല, ഞാൻ പോയി കഴിഞ്ഞാൽ പോലീസ് പിടിച്ചതിൻ്റെ പെറ്റി അടിക്കും. അപ്പോൾ ഇപ്പം ഞാൻ ഇത് വെക്കുന്നതിൻ്റെ ഉദ്ദേശം പെറ്റി അടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഞാൻ എല്ലാ സമയത്ത് ഹെൽമെറ്റ് വെക്കുന്നത് പെറ്റി അടിക്കാതിരിക്കുകയല്ല, സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇനി നമുക്ക് കടയിൽ പോയിട്ട് കാണാം. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വണ്ടിയൊക്കെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ മാറി നല്ലേക്ക് സ്മൂത്ത് ആയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മളെടുത്ത ഫോൺ ഹോൾഡർ. അപ്പോൾ ഇതിന് 600 അടുപ്പിച്ച് റേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആക്സിലേറ്റർ കേബിളിൻ്റെ റേറ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ 300 രൂപയും പിന്നെ ഇതിന് 600 രൂപ. പിന്നെ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ലേബർ 200 രൂപ ആയിട്ടുണ്ട്. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഇതൊക്കെ അയച്ചിട്ട് അതെന്തിനു അയച്ചാൽ ഇതുവഴി കയറ്റി ഈ ടാങ്കൊക്കെ അയച്ചു കഴിഞ്ഞാൽ മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റൂ. അതും പറ്റിയിട്ട് അപ്പോൾ ഈ ഒരു പൊടിയൊക്കെ അടി വരുമ്പോഴത്തേക്ക് ചെറുതായിട്ട് കാർബണേറ്റ് ഓവർഫ്ലോ ആവും. അതിപ്പോൾ എന്തായാലും അത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് വണ്ടിയൊക്കെ പോകുന്ന സൗണ്ടൊക്കെ കാണും. റോഡ് ഇവിടെ അടുത്താണ്. അതേപോലെ താഴത്തെ വീട്ടിൽ ഹോം തിയേറ്റർ പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കണം. ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്തേക്ക്, കോപ്പറേറ്റ് അടിക്കുമെന്നാണ് തോന്നുന്നത്. ഈ ഒരു ഫോൺ ഹോൾഡർ ഈ ഒരു മിററിൽ വെക്കുന്ന ടൈപ്പ് ഫോൺ ഹോൾഡറാണ്. ബട്ട് ഇതിൽ മിറർ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഒരു മറ്റേ ഇതേപോലത്തെ ഒരു അലിങ്കി ബോൾട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അത് നമുക്ക് ഇടത് സൈഡിൽ മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റൂ. കാരണം റൈറ്റ് സൈഡിൽ ഈ സൈഡ് നമുക്ക് ഇതിൻ്റെ ത്രെഡ് വേറെ ഡയറക്ഷനിലാണ്ട് ഈ ഒരു സൈഡിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല. സെറ്റ് ചെയ്യാൻ പറ്റും, അവിടെ മിറർ ഉണ്ടാകുന്ന സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം നിങ്ങൾ മിററൊക്കെ വെച്ചാൽ വണ്ടി ഓടിക്കുക. ഇതിലില്ലാത്ത കാര്യം ഇത് എൻ്റെ വണ്ടിയല്ല. എൻ്റെ വണ്ടി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും മിററുണ്ട്. എൻ്റെ വീട്ടിലിരിക്കുന്ന എല്ലാ വണ്ടികൾക്കും മിററൊക്കെ ഉണ്ട്. അതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ മിററൊന്നും ഇല്ലാതെ ഏക്കറൊക്കെ ഊരി വെച്ച് ചെളിയൊക്കെ തെറിപ്പിച്ച് ഓടിയിരുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ നിൻ്റെ അനിയൻ്റെ വണ്ടിയോ അതിനൊക്കെ തന്നെ ഓടുമായിരുന്നു. അപ്പോൾ നമ്മളെ കണ്ടിട്ട് കുറച്ച് പേരെങ്കിലും ഇൻസ്പയർ ആയിട്ട് അതേ രീതിയിലൊക്കെ തന്നെ വയ്ക്കും. പിന്നെ ഈ മിററില്ലാതൊക്കെ കുറേ വീഡിയോ എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ കുറച്ച് വിവരമൊക്കെ ഉള്ളവന്മാർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് മാത്രം മിറർ വെച്ചിട്ട് എല്ലാ സമയത്ത് എടുത്ത് വെക്കും. അത് കണ്ട് ഇൻസ്പയർ ആവുന്നവന്മാർ എപ്പോഴും മിററൊക്കെ ഊരിയിട്ട് നടക്കും. അപ്പോൾ മിററൊക്കെ വെച്ച് തന്നെ മാക്സിമം വണ്ടി ഓടിക്കുക. പിന്നെ ഈ ഒരു ഫോൺ ഹോൾഡറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഇതിൽ ഫോൺ വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൻ്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് അടിച്ച് പോകും. പിന്നെ ക്യാമറയൊക്കെ ഇങ്ങനെ ഷേക്കായി നിൽക്കും. അപ്പോൾ ഒരു സെക്കൻഡറി ഫോണൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ വയ്ക്കുക. എൻ്റെയിലും വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിൽ എന്തുമാത്രം സ്റ്റെബിലൈസേഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സാധനം അടിച്ച് പോകും. ഞാൻ ഇപ്പോൾ എൻ്റെ ഹെൽമെറ്റ് ഇൻ്റർകോം വെച്ചിട്ടുണ്ട്, അതിൽ വെച്ചിട്ട് മാപ്പിട്ട് അങ്ങ് പോകാനുള്ള പതിവ്. പിന്നെ അത്രയും ഗതികെട്ട അവസ്ഥയാണെങ്കിൽ വെക്കും. അതെൻ്റെ ഫോണൊന്നും വയ്ക്കില്ല, ബാക്കിരിക്കുന്ന ആരെങ്കിലും ഫോൺ വെക്കും. സെക്കൻഡറി ഫോണൊക്കെ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പ്രൈമറി ഫോൺ വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്യാമറ ആയിട്ട് തീരുമാനമാവും. അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കണം. ആൻഡ് ഗൈസ്, ഇത് ഞാൻ ഇവിടെ അടുത്തെങ്കിലും ലോക്കൽ വർക്ക്ഷോപ്പിന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ബട്ട് ഓണമൊക്കെ കഴിഞ്ഞ് കട തുറന്നുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ചില സ്ഥലത്തൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പണിയൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ ഈ സാധനം വാങ്ങിച്ചിട്ട് നേരെ ഇവിടുന്ന് 14 കിലോമീറ്റർ അപ്പുറത്തുള്ള ആറ്റിങ്ങൽ മോട്ടോവനിൽ പോയി. അപ്പോൾ അതിൻ്റെ നമ്പർ കാണാൻ ഞാൻ കൊടുക്കുന്നില്ല, തേടുവിൻ കണ്ടുപിടിക്കും, മാപ്പിൽ അടിച്ചു നോക്കിയാൽ മതി. ആറ്റിങ്ങൽ മോട്ടോവനിൽ നിന്ന് കണ്ടാ പാട്ട്, അപ്പുറത്തെ ചെറുക്കൻ്റെ അലപ്പ്, ഇപ്പോൾ മറ്റേ ചീവിലൂടെ വന്നിട്ടുണ്ട്. വളരെയധികം കഠിനമേറിയ സാഹചര്യങ്ങൾ കൂടെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത്. പിന്നെ ആറ്റിങ്ങൽ പോയപ്പോൾ അവിടെയും തിരക്കായിരുന്നു, അപാര തിരക്ക്. ഒരുപാട് വണ്ടി ഉണ്ടായിരുന്നു, ഒരുപാട് വണ്ടികൾ ഇവിടെ തന്നെ, അതിൻ്റെയൊക്കെ ഓണർമാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോസിലൊക്കെ നല്ലോണം സംസാരിക്കും, ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കും. എനിക്ക് അറിയാവുന്നിടത്തൊക്കെ നല്ല രീതിക്ക് വാദോരാതെ തന്നെ സംസാരിക്കുമെങ്കിലും പരിചയമില്ലാത്തവരൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് വീഡിയോസൊക്കെ എനിക്ക് ഒരുമാതിരിയാണ്. അതുകൊണ്ട് ഞാൻ അവിടെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഞാൻ അവിടെ അങ്ങ് ഒളിച്ച് നിന്ന് 2-3 ക്ലിപ്പൊക്കെ എടുത്തതേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ അതുകൂടെയൊക്കെ കാണിച്ചതന്നെ. അതേപോലെ തന്നെ വേറെ കാര്യമുണ്ട്, നമ്മൾ ഈ ഒരു ഹാൻഡ് ഗ്രിപ്പ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ബജാജിൻ്റെ ഗ്രിപ്പ് വെച്ചിട്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നും ഇല്ലെന്ന് നിങ്ങൾക്കറിയാലോ. അത് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഒരു ഇൻട്രോവേർട്ടിൻ്റെ കാര്യം സ്റ്റാച്ച് ഫിയറൊക്കെ ഞാൻ ഒരുവിധം കോളേജിലൊക്കെ ഇപ്പോൾ അത്യാവശ്യം ഇതൊക്കെ ചെയ്ത് മാറ്റിയതാണ്. ബട്ട് ഈ ഇടയ്ക്കൊരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് അതെല്ലാം പോയി. പിന്നെ വീഡിയോസൊക്കെ വരാത്ത ഷോർട്സ് മാത്രം ഞാൻ മുമ്പേ എടുത്തൊരു ഷോർട്സൊക്കെ ഇട്ടത്. മെയിൻ വീഡിയോ വരാത്തതിൻ്റെ കാര്യം കുറച്ചാലായിട്ട് നമ്മൾ ഒരു ക്യാമറസിങ്ങിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു, നമ്മളാണ് നടത്തിയത്. അപ്പോൾ ഇനി തൊട്ട് ഡെയിലി വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അതേപോലെ കണ്ടോ അടുത്ത വണ്ടി പോകുന്നു. അതുപോലെ ഓരോ വണ്ടികളും പോകുമ്പോഴത്തേക്കും ഒരുപാട് തിരക്കിലെടുത്താണ് ഓരോ വീഡിയോകളും നിങ്ങളുടെ അടുത്തോട്ട് ഞാൻ എത്തിക്കുന്നത്. അപ്പോൾ ആം റെസ്ലിങ്ങിൻ്റെ കോമ്പറ്റീഷനൊക്കെ നടത്തുന്നതിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിട്ടാണ് ഇപ്പോൾ വീഡിയോസ് നിങ്ങൾ മെയിൻ വീഡിയോ കാണാത്തത്. ഷോർട്സൊക്കെ ഞാൻ മുമ്പേ എടുത്ത് വെച്ചിരുന്നതുകൊണ്ട് എനിക്ക് ജസ്റ്റ് അപ്ലോഡ് ചെയ്തെടുത്താൽ മാത്രം മതി. അതുപോലെ നമ്മൾ യൂട്യൂബ് ചാനൽ 10,000 സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് 11,000 സബ്സ്ക്രൈബേഴ്സിലോട്ട് എത്തിയിട്ടുണ്ട്. എല്ലാം വളരെ പെട്ടെന്നായിട്ട് നിങ്ങൾ അറിയിക്കാൻ പറ്റിയ ഒരു ദിവസത്തെ ഗ്യാപ്പിലാണ് 11 സബ്സ്ക്രൈബേഴ്സ് എത്തിയത്.
അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട്. അപ്പോൾ നാളെ ഇതിൻ്റെ വീഡിയോ കാണാം. അപ്പോൾ അതുമായിരിക്കും ബൈ.